കോട്ടയത്തിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. രാവിലെ തന്നെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ചൂട് എന്തായാലും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു കുലുക്കി സർബത്ത് അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഈ കടയെടുത്ത് നിർത്തിയിട്ട് ഒരു കുലുക്കി സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ കുലുക്കി സർബത്ത് കുടിച്ചുകൊണ്ട് കോട്ടയത്തിൻ്റെ ആദ്യത്തെ ലെറ്ററായ കെ ഇപ്പം ഞാനങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്ത ലെറ്റർ വരുന്നത് ഓയാണ്. അങ്ങനെ നേരെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഈ കിടക്കുന്ന ഐസ്ക്രീം വണ്ടി കണ്ടത്. അതും വനത്തിൻ്റെ ഒരു സൈഡിലായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ നേരെ ഒരു ഓറിയോ ഫ്ലേവർ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഈ ഓറിയോയുടെ ഐസ്ക്രീം കഴിച്ചിട്ട് കോട്ടയത്തിൻ്റെ രണ്ടാമത്തെ ലെറ്ററായ ഓയും ഞാനിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നേരെ പോയി വണ്ടിക്കകത്ത് കുറച്ച് പെട്രോളും കൂടെ ഒഴിച്ചു. തിരിച്ച് ഞാനങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 4 മണിയാവാറായി. ഇനിയിപ്പോൾ അടുത്ത ലെറ്റർ വരുന്നത് ടീ ആണ്. അങ്ങനെ ഇപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് തന്നെ ഒരു ടീ കുടിച്ചു. ഇനിയും അടുത്ത ലെറ്റർ വരുന്നതും ടീ തന്നെ ആയതുകൊണ്ട് ഒരു ടൈഗറിൻ്റെ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് ടീക്കകത്ത് മുക്കി കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ടീക്കകത്ത് ടൈഗറിൻ്റെ ബിസ്ക്കറ്റും കൂടെ മുക്കി കഴിച്ചിട്ട് കോട്ടയത്തിൻ്റെ 2 ടീ ഇപ്പം ഞാനങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ട് ഇനി അടുത്ത ലെറ്റർ വരുന്നത് എ ആണ്. അതിനുവേണ്ടി ടീ കാണുന്ന അരിയുണ്ടയും കൂടെ കഴിച്ചു. അങ്ങനെ ഇപ്പോൾ അരിയുണ്ട കഴിച്ചിട്ട് കോട്ടയത്തിൻ്റെ 5ാമത്തെ ലെറ്റർ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അങ്ങനെ അടുത്ത ലെറ്റർ വരുന്നത് വൈ ആണ്. അതിനുവേണ്ടി ടീ കാണുന്ന ഇപ്പി മേടിച്ചിട്ട് അങ്ങനെ അതുണ്ടാക്കി കഴിച്ചു. ഇപ്പിയും കൂടെ അങ്ങനെ കഴിച്ചിട്ട് കോട്ടയത്തിൻ്റെ 6ാമത്തെ ലെറ്റർ ഞാനങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അടുത്തത് 7ാമത്തെ ലെറ്റർ എ ആണ്. അതിനുവേണ്ടി ഈ കാണുന്ന ആപ്പി വിസും കൂടെ കുടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ 7ാമത്തെ ലെറ്റർ എയും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും അങ്ങനെ കോട്ടയത്തിൻ്റെ അവസാനത്തെ ലെറ്റർ എം ആണ്. അതിനുവേണ്ടി ഈ മഞ്ചും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ അവസാനിപ്പിക്കുവാണ്. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.